ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കിയാലോ. അപ്പോൾ ഗൈഡൻസിന് മുമ്പേ ആയിട്ട് എല്ലാവരും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലിരിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട്. അപ്പോൾ വേറൊരു വ്യക്തിനോട് പറഞ്ഞായിരുന്നു ആമുഖം കുറയ്ക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ഗൈഡൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് ആ ഗൈഡൻസ് തരുന്നതായിരിക്കും. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാമല്ലോ. പിന്നെ വോയിസിൻ്റെ അത് നിങ്ങൾ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ സ്റ്റാൻഡിൽ നിൽക്കില്ല. അപ്പം അതാണ് അതിൻ്റെ വോയിസിന് പ്രശ്നമുള്ളത്. അപ്പം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ഇഷ്യൂസാണ്. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേൻ്റെ ഉള്ളിൽ ഫോൺ റെഡിയാവും. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഇടാം കേട്ടോ. ശരി, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണ് വരുന്നത് അപ്പോൾ മുതലായിട്ടോ റെസനേറ്റ് ആവുന്നത്. നിങ്ങളിതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഏഞ്ചൽസ് ഗൈഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങൾ കണ്ടോ, ഇതാണ് റിക്കവറി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു കാർഡിന് പല മീനിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണെങ്കിലാണ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആയതിനെക്കൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു രോഗശാന്തി എന്നൊരു അർത്ഥം വരുന്നുണ്ട്. രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി രോഗങ്ങളോട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിപ്പോൾ അവരുടെ ആ ഒരു രോഗശാന്തിയുടെ ഒരു സമയമാണെന്നാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. അതായത് അവരുടെ ആ രോഗത്തിൽ നിന്ന് ഒരു റിക്കവറി പീരീഡാണ് ഇതെന്നാണ് പറയുന്നത്. ഒരു വീണ്ടെടുക്കൽ സമയം അല്ല. ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് സുഖം പ്രാപിക്കുന്നതിനും സുഖപ്പെടുന്നതിനും വേണ്ടിയുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അതാണ് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടാവും നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ അതെല്ലാം ഈ കാലക്രമേണ മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കാർഡിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാവി ഒരുപാട് സന്തോഷകരമായ ഒരു ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശക്തി, അതായത് നിങ്ങളുടെ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ടാണ് നമ്മളെപ്പോഴും റീഡിങ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഫയർ എന്നാണ് പറയുന്നത്. എനർജിയും ഫയറൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു എനർജി വീണ്ടെടുക്കാനുള്ളൊരു സമയമാണിതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, 7 ചക്ര മെഡിറ്റേഷൻ നല്ലൊരു മെഡിറ്റേഷനാണ് നിങ്ങളുടെ ഒരു എനർജി മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. തീയെന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ കാണരുത്. മറ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ വെള്ളമായാലും എയർ ആയാലും എല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതകരമായ ഒരു ഇതാണ്. നിങ്ങൾ അഗ്നിശുദ്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അഗ്നിശുദ്ധി വരുത്തുകയെന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ശുദ്ധി വേറെ ഇല്ല എന്നാണ് പറയുന്നത്. വെള്ളമായാൽ തന്നെ എന്തെങ്കിലും ഒന്ന് കഴുകി കഴിഞ്ഞാൽ അത് കേടായിട്ടാണ് ആ വെള്ളം, അല്ല ചീത്ത വെള്ളമായിട്ടാണ് അത് പോകുന്നത്. പക്ഷേ അഗ്നി അങ്ങനെയല്ല. അഗ്നി എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവനും കത്തിച്ചാലും ആ അഗ്നി എന്താണ് ശുദ്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അഗ്നിക്കൊരു തരത്തിലുള്ള ഒരു അഴുക്കും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ വ്യക്തിയിലും ഈ അഗ്നിയും ജലവും വായു എല്ലാം ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോ ലൈഫിൻ്റെ സ്റ്റേജസാണ്. അതിനൊക്കെ കുറച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാവില്ല. അപ്പം ഞാനിപ്പോൾ ഒരു എനർജി ലെവലിൽ അഗ്നിയെ മാത്രം പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഹൈ എനർജി, അതായത് നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെ യൂണിവേഴ്സ് ശക്തിപ്പെടുത്തുകയാണ്. എന്തോ ഒരു വിഷയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കിപ്പം
ഒത്തിരി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാർഡ് മെയിൻ ചെയ്യുന്ന നിങ്ങൾ ഇപ്പം പ്രപഞ്ചത്തോട് നന്ദി പറയണം എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് താങ്ക്സ് പറയലാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. കാരണം ഈ ഒരു ദിവസം കാണാതെ മരണപ്പെട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയേണ്ട ഒരു സമയമാണിത്. പിന്നെയെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയ പ്രശ്നം നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് സത്യം പറഞ്ഞാൽ നന്ദി പറയണം. കാരണം അത് ആളിക്കത്തുവാണ്, അത് കെടുന്നതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേജാണത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അങ്ങനെ നന്ദി പറയാതെ യൂണിവേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നെഗറ്റീവിൽ തന്നെ പെട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിക്കവറി പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസിൻ്റെ മുമ്പേ ഉള്ള ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയുടെ മുമ്പേ ഉള്ള ഒരു ചെറിയൊരു പീരീഡാണ്. ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നുണ്ടാവും, ചിലപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കുറേ കാലത്ത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സോൾവിലേക്ക്, അതായത് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ ഒരു കാർഡ് വഴി. അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട, ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ. ചിലപ്പോൾ നമുക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലൊരു ഔട്ട്കമ്മിന് വേണ്ടിയായിരിക്കും, നമുക്ക് അറിയില്ല. കാരണം നാളെ നമുക്കിപ്പോൾ എല്ലാത്തിനോടും, ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനോടും നമുക്കൊരു അട്രാക്ഷൻ, ഒരു ഇഷ്ടമുണ്ടാവും. പക്ഷെ നമുക്കറിയില്ല അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രപഞ്ചശക്തിക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു, പ്രപഞ്ചത്തിന് നമ്മളോട് അത്രയും സ്നേഹം ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ ആ ഒരു സമയം പ്രപഞ്ചത്തെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൂടുതലായിട്ട് കുറ്റം പറയാനും ശപിക്കാനും നിൽക്കുമ്പോഴാണ് നമുക്കൊരു സക്സസ് ലൈഫിലേക്ക് വരാത്തത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ആളിക്കത്തുന്ന സമയത്ത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമിക്കരുത്. കാരണം നിങ്ങൾക്ക് അത് അണയാൻ പോകുന്ന ഒരു ടൈമാണ്.